ഇറങ്ങി ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കാണണ ഫാമിലിയാണ്. എൻ്റെ മോനെ അമ്മ എന്താ പറയണോ ഉണ്ടാകൊണ്ടൊക്കെ വലിയ സെക്കൻഡ് കിട്ടുകയാണ്. 35,000 വണ്ടി കിട്ടും. ഈ വണ്ടി പഴയൊരു വണ്ടി കിട്ടിയിട്ട് മുറ്റത്ത് എല്ലാം തുടങ്ങിയത് ഇവിടെ നിന്നാണല്ലോ. ആഗ്രഹിച്ച് കാണുന്നുണ്ട് ഞാൻ 5 കാരണം വീറ്റ് ഓടിച്ച് ഇപ്പം V4 ഓടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് എന്താണ് മേജിക്ക് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചെക്കന്മാരൊക്കെ എല്ലാവരും മഴ കാരണം പുറത്തേക്ക് എടുക്കാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ V4 അവിടെ ചെയ്യുന്നുണ്ട്. V4 ഞാൻ ഇപ്പോൾ സ്റ്റാർട്ടാക്കിയിട്ട് നിർത്തിയേക്കാം, ചൂടാക്കി വെച്ചേക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മുടെ V2 ഇനി പുറത്തേക്ക് എടുക്കണം. കാരണം ഇവിടെ മഴയൊന്നും കൊള്ളുന്നില്ല. ജസ്റ്റ് ഇവനെ ഒന്ന് പുറത്തേക്ക് ഇടക്കിയിട്ട് ഓടിക്കണം. V2 പിന്നെ യമഹ ക്രക്സ്, ഇതൊക്കെ യമഹയാണ്. യമഹ V2, യമഹ ക്രക്സ്, പിന്നെ ഒരു സ്പ്ലെൻഡർ, യമഹ R15 V4, അച്ഛൻ്റെ 390 ഇരിക്കുന്നുണ്ട്. അത് മാറ്റിക്കണം. ഇവിടെ നിന്ന് ഇതാണ് അവരേക്ക് കിടത്തെ. ഓക്കെ, ഇത് നമുക്ക് ആദ്യം V2 ഒന്ന് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് തള്ളാനാണ് പാട്. അപ്പോൾ നമ്മുടെ V2 നമ്മൾ പുറത്തേക്ക് ഇറക്കിട്ടാ. മഴ വരുന്നുണ്ടോ? പക്ഷെ അന്ന് കഴുകി വെച്ചപ്പോൾ പിന്നെ അവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, കൃത്യമായിട്ട് ഇരിക്കുന്നുണ്ട്. ചെറിയൊരു പാമ്പപ്പാവം. ഫസ്റ്റ് പെട്രോൾ ഉണ്ടോ നോക്കിയോട്ടെ. അന്ന് അത്രയും 100 രൂപയ്ക്ക് അടിച്ചോളാം മൈലേജ് ഉണ്ട് തോന്നുന്നുണ്ട് ഈ വണ്ടിക്ക്. ഓക്കെ, നിർത്തി. നേരത്തെ ഞാൻ വീഡിയോ എടുക്കണൊക്കെ മുന്നേ ഞാൻ വണ്ടിയൊക്കെ ഒന്ന് സ്റ്റാർട്ടാക്കി നിർത്തിയിട്ടാ. ഒരു 2 മിനിറ്റ് സ്റ്റാർട്ടാക്കി നിർത്തി കണ്ടാണ് ഇപ്പോൾ ഞാൻ വണ്ടി ഓടിക്കണത്. ഇപ്പോൾ വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ആദ്യം ഒന്ന് ഇതുപോലത്തെ സ്പോർട്സ് ബൈക്ക് ഒക്കെ ആണെങ്കിൽ ഒന്ന് സ്പോർട്സ് ബൈക്ക് എത്രയല്ലേ ഇത് വണ്ടി രാവിലെ എടുക്കുകയാണെങ്കിൽ 1 മിനിറ്റ് നമ്മുടെ സമയം നോക്കിയിട്ട് നമ്മൾ സ്റ്റാർട്ടാക്കി ഇടുക. ഒന്നാൻ പറ്റില്ല, ഇവിടെ ആ വഴുക്കണേ പറ്റത്. അപ്പോൾ പതുക്കെ ഒന്ന് പോയിട്ട് വരാം. വെറുതെ വീടിൻ്റെ അവിടെ ഒരു റൗണ്ട് ബ്ലാക്ക് വണ്ടിയുമേ. പിന്നെ ഈ ഇൻഡിക്കേറ്ററൊക്കെ നമ്മൾ എടുത്തിട്ട് വെച്ചാട്ടോ, വേണ്ട ദിവസം എടുത്ത് വെച്ചാൽ നമുക്കൊന്ന് വീണ്ടും അവിടെ ഒരു ചെറിയ റൗണ്ട് വെച്ചിട്ട്. ഇത്ര കംപ്ലൈൻറ്റുള്ള വണ്ടികളൊന്നും ഓടിക്കുമ്പോൾ തോന്നിയില്ല. നീ ഈ ഹാൻഡിൽ വേണ്ട, നിങ്ങൾ ജസ്റ്റ് ദൂരത്ത് നോക്കുമ്പോൾ കാണുമ്പോൾ അറിയുള്ളൂ ഒരു ആകെ എൻ്റെ കോൺസെപ്റ്റൊക്കെ പോയിട്ട് കിടക്കണം കേട്ടോ. ആഴ്ചയൊക്കെ ഒരു ദിവസമെങ്കിലും വണ്ടി എടുത്തിട്ടൊക്കെ വേണേ. പിന്നെ ഷാർട്ടാവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങനെ ഇരുന്ന് ബാറ്ററി ഡൗൺ ആകും, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ 65-55 മൈലേജ് കിട്ടുന്നുണ്ടെന്ന് ഒരാൾക്കാർ പറഞ്ഞിട്ടാ. V2 മൈലേജ് എന്താ പറയുക, V2 മൈലേജ് ഇട്ടാ കിളി പോയിട്ടുണ്ട് കേട്ടപ്പോൾ. കമൻറ്റ് ചെയ്ത് നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്താൽ അത്ര എനിക്കറിയില്ല. ഞാൻ മൈലേജ് ടെസ്റ്റും കാര്യങ്ങളും നടത്തിയിരുന്നില്ല. എവിടെ നിർത്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് ഹാൻഡ് നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക ഒരു നിങ്ങളുടെ ഇപ്പോൾ 50,000 രൂപയുള്ളൂ. ചിലവരിപ്പോൾ എന്താ ചെയ്യുക, 50,000 കൊണ്ടിട്ട് ചിലപ്പോൾ എന്താ പറയുക വണ്ടി ഡൗൺ പേയ്മെൻറ്റ് അടിച്ച് വണ്ടി ഇറക്കും. പക്ഷേ നമുക്ക് 50,000 രൂപയിൽ നിർത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ വണ്ടികൾ നോക്കാം. എന്ന് വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ നോക്കുകയാണെങ്കിൽ നല്ല വണ്ടികൾ കിട്ടുകയാണെങ്കിൽ ആ പൈസയ്ക്ക് നല്ല വണ്ടികൾ കിട്ടും. ഈ വണ്ടിക്ക് 50,000 ഒന്നും ഇല്ല, വലിയ സെക്കൻഡ് ഹാൻഡ് കിട്ടുകയാണെങ്കിൽ 35,000 വണ്ടി കിട്ടും. ചിലപ്പോൾ ടെസ്റ്റ് ചെയ്താവും, ചിലപ്പോൾ 2 കൊല്ലം ടെസ്റ്റ് ഉണ്ടാവും. പക്ഷേ വണ്ടികൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്പോർട്സ് ബൈക്ക് ഇഷ്ടമാണ്, അപ്പോൾ നിങ്ങൾക്ക് വണ്ടി പണിയുള്ള താല്പര്യമുള്ള ആൾക്കാരുടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വണ്ടി എടുക്കാം. കാരണം ലുക്കുണ്ട്. പിന്നെ V3 V4 അപേക്ഷിച്ച് നോക്കുമ്പോൾ വണ്ടിയുടെ ഇതൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ ഇരുമ്പാ തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഇതൊക്കെ കുറച്ച് ടാസ്ക്കാണ്. ഇതൊക്കെ പെട്ടെന്ന് പൊട്ടും. പക്ഷെ എന്നാലും സാധനം അടിപൊളിയാണ്. പണിയുള്ള മെൻറ്റാലിറ്റിയുള്ള ആൾക്കാർക്കാണെങ്കിൽ എങ്ങനെ പോലും എടുക്കുക. കാരണം 200cc 350cc വണ്ടി ലുക്കുണ്ട് വണ്ടിക്കിട്ടാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഇനി നമ്മുടെ V4 ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഫസ്റ്റ് ലെജൻഡിനെ പുറത്തെടുത്തു ഞാൻ. ഇവിടെ വന്ന് ഒരാളുണ്ട് ഓടിക്കുക. അതിന് ഒരു ഓടിക്കണില്ല, കാരണം പെട്രോളില്ല. പിന്നെ പണിക്ക് പോകാത്തതുകൊണ്ടേ പെട്രോള് പൈസ ഇല്ലേ, ഇത് കൂടണനുസരിച്ച് പെട്രോൾ കത്തുമല്ലോ. അതുകൊണ്ട് അധികം ഓടിക്കണില്ല. വെറുതെ 40 ഇത്ര മതി. ഇരുന്നോടത്തിരുന്നാൽ ചിലപ്പോൾ മടി പിടിക്കുമായിരിക്കും, സ്റ്റാർട്ടാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആവും. അപ്പോൾ അതിനൊക്കെ വേദല്ലേ തുടച്ച് വയ്ക്കുള്ളൂ വണ്ടികളുള്ളതൊക്കെ. അപ്പോൾ എനിക്ക് അത് രസമാണ്, വണ്ടി കണ്ടുകൊണ്ടിരിക്കുക തന്നെ അത് രസമാണ്, ഓടിച്ചില്ലെങ്കിലും കൂടി. ഓക്കെ, ഇതിൻ്റെ സൂചി RPM കറക്റ്റാണ്, പക്ഷേ മീറ്റർ തെറ്റാണ്. RPM കറക്റ്റ് കയറണത് സൂചിയിൽ കയറുന്നുണ്ട്. ഇപ്പോൾ 30 സ്പീഡിലാണ് പോകേണ്ടത്, അതിൽ 3 കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. 70 വരെ കയറി. പിന്നെ ABS കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടിയൊക്കെ ഇവരൊക്കെ ലെജൻസ് ആട്ടാ, BS3 NS. അതാണ് ഇവരുടെ മറ്റേ വണ്ടികളൊക്കെ ലെജൻസിനൊക്കെ എടുത്ത് വീട്ടിൽ വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഇത് തന്നെ കേട്ടോ. കാരണം എല്ലപ്പോഴൊക്കെ ഒന്ന് എടുത്ത് ഇവരെ എടുത്ത് പറപ്പിക്കാന്ന് പറഞ്ഞാലേ അത് വേറൊരു മൂടാണ്. വെള്ളം വന്നിട്ടാ, വെള്ളം വന്നിട്ടാണ് കാണണ വണ്ടി ഇങ്ങനെ വന്നിട്ട്.
ഇപ്പം നമ്മൾ ഒരാളെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ അവിടെയും കൊണ്ടുവരാണ്ട്. ഇനി എൻ്റെ അനിയൻ അനിയൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഊപ്സ്, അനിയൻ ഒന്നും കൂടി സ്പോട്ട് ചേട്ടാ ചേട്ടൻ്റെക്കാളും. അപ്പോൾ മീറ്ററിനുള്ള ഗുണം വേണ്ടി പെട്രോളില്ല. അപ്പോൾ കാണിച്ചാൽ ഞാൻ എന്താ ഒരു കുഞ്ഞൊരു കട്ട, അതിപ്പം ബ്ലിങ്കായി നിൽക്കും ഇങ്ങനെ. ഓക്കെ, ഒരു റൗണ്ട് ആ വഴി തന്നെ പോയിട്ട് വരാം. ആൾക്കാർ കരുതും ഇവ എന്നിട്ട് വണ്ടി മാറ്റി കളിക്കടാ. കറണ്ടേ V2 V4 വന്നപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ഒരു പവർ ഡ്രോപ്പ് നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. ഓഹോ, യമഹയുടെ കാര്യമാണ് എൻ്റെ പൊന്നെ. എളുപ്പമല്ല ഓരോ വണ്ടി ഇറക്കി വിടണതേ. മാജിക് അല്ലേ മാജിക്ക്. കാരണം V2 ഓടിച്ച് ഇപ്പം V4 ഓടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് എന്താണ് മാജിക്ക് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. കാരണം അമ്മ അതിലൊരു വണ്ടി അവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒന്ന് ചവിട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. പെട്രോളില്ല, അതാണ് അദ്ദേഹത്തിന് ഓടിക്കാത്തത്. ഞാൻ ഇവിടെ ഒന്ന് ചവിട്ടിയിട്ട് കാണിച്ചു തരാം. ഞാൻ ഇവിടെ അവിടെ ചവിട്ടാം. ടണലുണ്ട് അവിടെ നോക്കാം. യമഹ എന്ന് പറഞ്ഞാൽ റേസിംഗ് ആണ്. ഒരു 150cc വണ്ടികളുടെ അഭ്യാസമാണ് നമ്മളിപ്പോൾ കാണട്ടോ. കാരണം ഒരു മേജിക്കിലാണ് യമഹ. സത്യം പറയാലോ, കാരണം ഒരു CC വണ്ടി ഇറക്കണ വണ്ടി അല്ല അവർ ഇറക്കണത്. ഇത് ഇപ്പം നമ്മളിപ്പോൾ ഒരു 2030 ആകുമ്പോഴേക്കും ചിലപ്പോൾ ഇനി വേറെ വണ്ടികളൊക്കെ ഇറങ്ങും. അപ്പോൾ നമുക്ക് ഈ V4 അതുപോലെ V1 V2 ഒക്കെ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ട് നിൽക്കും. കാരണം അന്നത്തെ സമയത്ത് തൊട്ടിട്ട് അവരൊരു ഇറക്കണതിന് അവരേതായിട്ടൊരു ഡിസൈൻ നോക്കില്ലേ. എന്താ പറയുക, ജസ്റ്റ് പറഞ്ഞാൽ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഫാനല്ല. എനിക്ക് ബൈക്കുകൾ ഇഷ്ടമാണ്. പക്ഷെ ഓരോ ബൈക്ക് ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടണ ഒരു ചില ആൾക്കാരില്ലേ എന്ത് മനുഷ്യടാ. അതുപോലെയാണ് ചില വണ്ടികൾ എന്ത് വണ്ടിയാടാ അങ്ങനെ തോന്നിപ്പിക്കുന്ന വണ്ടികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണത്. V4 ആയാലും V3 ആയാലും V2 ആയാലും RX100 ആയാലും RD ആയാലും ഒക്കെ യമഹയുടെ വണ്ടികൾ കേട്ടോ. ഇപ്പം ഞാൻ പറയണത് ഓരോ കമ്പനിക്കും അവരേതായിട്ടുള്ള കൈപ്പത്തി വെച്ചിട്ട് തിളങ്ങിയിട്ടുള്ള ഒരു വണ്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലിപ്പോൾ യമഹയുടെ ഞാൻ പറയണത്. പിന്നെ വീട്ടിയുടെ വീണുണ്ടാണോ അറിയില്ല. കാരണം ഞാൻ അങ്ങനെ വെച്ചിട്ട് പോകുന്നത് ഇവിടെ താന്ന് പോകണ്ടേ. V2 വണ്ടിയിലിരിക്കുമ്പോൾ മൈൻഡിലേക്ക് വരണ ഒരു കാര്യമാണോ. യെസ്, കമോൺ, റെഡി ടു റൈസ് അല്ല, പൊസിഷൻ ട്രാക്ക് മോഡ് അതൊരു സംഭവം തോന്നില്ലേ നമുക്ക്. ആ സാധനം ടൈമിൽ ചെയ്യുമ്പോൾ തോന്നുന്നത് അത്രയ്ക്കും രസക്കാണ് വണ്ടികളുടെ ഓരോ ഫീച്ചേഴ്സ് കാര്യങ്ങളും. അവിടെ ഒരു ചേട്ടനൊക്കെ ഉണ്ട്. ആള് കരുതിയത് ഞാൻ നേരത്തെ V2 പോയത്. ഇപ്പോൾ V4 കൊണ്ടുവന്നപ്പോൾ ആള് കരുതി ഇതുണ്ട് എൻ്റെ വീട്ടിലുള്ള ആൾ കരുതുണ്ടാവും. എനിക്ക് എന്തിട്ട് കാണിക്കണേന്ന് കരുതിണ്ടാവും. നമുക്ക് വിഷയമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇറക്കിയിട്ട് ഇവനെ കൊണ്ടുവയ്ക്കാം. അപ്പോഴൊക്കെ മഴ പെയ്ത് ഞാൻ കണ്ട വണ്ടി കയറ്റിയ സ്ഥലമായിട്ടാണ് കണ്ട നിങ്ങൾ. ആകെ വലിയ സ്ഥലം സെറ്റ് ചെയ്ത സ്ഥലമല്ല. ചീത്ത പറയും ചിലപ്പോൾ അവൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി V2 അടുത്ത് നമുക്ക് V4 കൊണ്ടുവയ്ക്കാം. ഊപ്സ്, അമ്മ ചീത്ത പറയും തന്നെ. എന്നിട്ട് പറയണം നിങ്ങൾ ഈശ്വര ചളിപിളി കൊണ്ടുവന്നാണല്ലോ ഇവിടെ വണ്ടി വെച്ചിട്ട്. പിന്നെ യെസ്, ഓക്കെ. ഇപ്പം ചേട്ടനും വർത്തമാനം പറഞ്ഞിരിക്കും. ഞാൻ നിങ്ങളുടെയൊക്കെ മൂത്ത കാരണവരെ എടുത്തിട്ട് വരാം. ഇതാട്ടോ നമ്മുടെ മൂത്ത കാരണവർ. ഞാൻ എൻ്റെ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടുള്ള എൻ്റെ മുതൽ ഈ ലോകം തുടങ്ങിയിട്ട് ഇപ്പോൾ V4 നിൽക്കുന്നുണ്ട്. ഇതാണ് യമഹ എൻ്റെ കണക്ഷൻ വന്നത് ജീവിതത്തിലേക്ക് കേട്ടോ. ഇവനെ പുറത്തേക്ക് ഇറക്കണമെങ്കിൽ എനിക്ക് കുറച്ച് ടാസ്ക് ഉണ്ട്. പക്ഷെ ആ വണ്ടി ഓടിക്കുമ്പോഴേ ഭയങ്കര റിലീഫാണ്. അയ്യോ, ഇവന് സ്റ്റാർട്ടാക്കിയിട്ട് നമുക്ക് പുറത്തേക്ക് ഇറക്കാം.
സ്റ്റാർട്ടായിട്ടാ. വണ്ടി കുറേ നാളെടുക്കാത്തതിൻ്റെ ഇതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുമുണ്ട്. എപ്പോഴും നമുക്ക് മോട്ടിവേഷൻ നമ്മൾ തന്നെ ആയിരിക്കണം എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഈ വണ്ടി പഴയൊരു വണ്ടി കിട്ടിയിട്ട് മുറ്റത്ത് ഓടിച്ച് പഠിച്ചാണ് ഞാൻ. ഇപ്പോൾ ഈ വണ്ടിയുടെ തന്നെ 2 വണ്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരെണ്ണം നമ്മുടെ അല്ല, കൂട്ടുകണ്ടി. പക്ഷേ നോക്ക് കിട്ടാം. അപ്പോൾ എന്താ പറയുക വെച്ചാൽ, ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് പോലും എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ച് എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റും. പക്ഷെ നമ്മൾ ഒരിക്കലും വിട്ട് കളയാൻ പാടില്ല. അതിൽ നിന്നൊക്കെ ഓടിച്ചിട്ട് തിരികെ വന്നപ്പോൾ കറക്റ്റ് നേരെ ഇരിക്കാം. നമുക്ക് ഇങ്ങനെ തല്ലറിയണം കണ്ട കറക്റ്റ് നേരെ ഒരു പുറത്ത് ഇരിക്കണ പോലെ. വലിയ കയ്യിൽ നിന്ന് കൊടുത്ത് പഠിക്കണ്ട വേണ്ട. ഇപ്പോൾ അധികം ചൂടാന്നില്ലല്ലോ, പതുക്കെ ഓടിച്ചാൽ മതി. വെറുതെ അവിടെ വരെ ചെറിയൊരു റൗണ്ട് അടിച്ചിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. പതുക്കെ പോകണം കേട്ടോ. ഞാൻ കടപ്പേക്കേണ്ട വണ്ടികളൊന്നും മാത്രം പഠിപ്പിച്ചാൽ മതി. വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ അതിൻ്റെ ബഹുമാനിക്കണം, പ്രായമുള്ള ആൾക്കാരോ. അതുകൊണ്ടാണ്. പക്ഷേ ഇവൻ്റെ ഇതിനേക്കാൾ മൂത്തവൻ്റെ കുറച്ച് ഈ ക്രക്സിനേക്കാളും മൂത്ത ചേട്ടന്മാരുണ്ട്. ഈ മറ്റേ 135 അതുപോലെ സെഡ്, അവന്മാരൊക്കെ ഉരുത്തം കെട്ട വണ്ടികളെന്ന് പറയില്ലേ, തല തെറിച്ച അച്ചാച്ചന്മാരെന്ന് പറയില്ലേ, അതേമാതിരി സാധനങ്ങളാണ്. ഇവിടെ നമ്മുടെ ചെക്കനെ നിർത്തിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു 135 ലുക്ക് ഉണ്ട് വണ്ടി ശരിക്കും സത്യം പറയാ. പക്ഷേ 135 അല്ല, 4 സ്പീഡാണ്. പിന്നെ അത്രയും പവറൊന്നുമില്ല. വണ്ടി തേങ്ങ ഈശ്വര ഇത് വയ്ക്കാൻ പറ്റുമോ ഇനി? അമ്മ എന്താ പറയണോ മിണ്ടാണ്ടാകൊണ്ടൊക്കെ. ഓക്കെ, യമഹ ഫാമിലി കേട്ടോ. ഇതിപ്പോൾ കാണുന്നത് യമഹ ഫാമിലിയാണ്. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യമഹ ഫാമിലി. ഓക്കെ, ഗസ്റ്റ് കയറിയിട്ട് കാണിച്ചു തരാം. ഒരു ഫ്രെയിം കാണിച്ചു തരാം ഞാൻ. ഇപ്പോൾ ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുക കേട്ടോ. ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഇറങ്ങി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കാണണ ഫാമിലിയാണ് യമഹ ഫാമിലി. ഹായ്. ഒരാളോട് വെക്കാൻ സ്ഥലമുണ്ട്, സ്പ്ലെൻഡർ. പിന്നെ ഞാൻ യമഹയുടെ മാത്രം വീഡിയോ ചെയ്യാനുള്ള കാരണം ഇപ്പം യമഹയുടെ ആൾക്കാരായിട്ടുണ്ടാണ്ടാ. ഓക്കെ, യമഹ ഫാമിലി ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രായം കൂടിയ ആൾ, ഇത് ചെറിയ ചെക്കൻ, പിന്നെ ഇത് കുറച്ചുകൂടി പ്രായമായിട്ടുള്ളത്. ഇവൻ്റെയൊക്കെ മുഖത്ത് ക്രക്സ്, അതിനേക്കാളും ചെറുത് V4. അപ്പോൾ ഇതാണ് സാധനം. എങ്ങനെയുണ്ട്? ഫ്രെയിം അടിപൊളിയല്ലേ? ഇനി വേഗം കയറ്റി വയ്ക്കാം, മഴ വരുന്നുണ്ട്. ആകെ കൂടിയുള്ള ഒരു ഫ്രെയിം എന്ന് പറയുന്നതാണ്. വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ. വെടിക്ക് നമ്മുടെ പെറ്റ്സാണ് ഇവരൊക്കെ. ഫുഡ് കൊടുക്കണം കേട്ടാന്നായിട്ട്, അല്ലെങ്കിൽ പ്രശ്നമാണ്. എന്ത് ഈ വണ്ടികൾ ഏത് വണ്ടി ഏറ്റവും ഇഷ്ടം? എനിക്ക് അതെ, ശരി. ഞാനൊക്കെ മരിച്ചു പോയ എൻ്റെ വണ്ടികളൊക്കെ ആരെ നോക്കി ഞാനൊക്കെ പോലെ നോക്കൂ. എന്താല്ലേ ആലോചിക്ക്, നമ്മുടെ ഈ തുടിക്കുന്ന ജീവൻ പോയി കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതൊക്കെ അവിടെ എടുക്കും, അല്ലെങ്കിൽ വേറെ വല്ലവരും സ്വന്തമാക്കാൻ വേണ്ടി വരും. ലൈഫ് എന്ന് പറഞ്ഞതാണ്. ഇന്നുള്ളത് നാളെ വേറെ ആളെ, അത് കഴിഞ്ഞാൽ നശിക്കും. അതാണ് ലൈഫിൻ്റെ ഒക്കെ ഒരു അവസ്ഥ. ലൈഫിൽ വിഷമാവും അതൊക്കെ കളിച്ചാൽ. ഇരിക്കട്ടാ, നമ്മുടെ ചെക്കനെ കൊണ്ടുപോകണം. ഗസ്റ്റ് ഇപ്പം നമ്മുടെ ഉള്ള ഗസ്റ്റ് അവനാണ്. അവനെ വയ്ക്കാനുള്ള സ്ഥലം നമ്മൾ സെറ്റ് ചെയ്യണം അവിടെ ആദ്യം. വേറെ സാധനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാണ്ട് അച്ഛൻ്റെ സൈക്കിൾ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. എല്ലാം തുടങ്ങിയത് ഇവിടെ നിന്നാണല്ലോ. ബാക്കിൽ കയറി പിടിച്ചെന്നോട്ടാ, സ്പീഡിൽ കിട്ടും.
ഇതാണ് എൻ്റെ, ഇതല്ല സൈക്കിള്, അച്ഛൻ്റെ സൈക്കിള് ഇതാണ്. പക്ഷെ ആദ്യം ഉണ്ടാകുന്നത് വേറെ വണ്ടിയായിരുന്നു കേട്ടോ സൈക്കിളും കിട്ടാൻ ഒരുപാട് ആഗ്രഹിച്ച് കാണുന്നുണ്ട് ഞാൻ. 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊന്നും സൈക്കിളില്ലാണ്ടൊക്കെ കൊതിച്ചുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഇപ്പം നമ്മൾ സമയം എടുത്തിട്ടായാലും കൂടി നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇപ്പം എന്താണ് നമ്മുടെ വണ്ടിപ്രാന്ത് വരാൻ അച്ഛൻ്റെ സൈക്കിളിന് ഒരുപാട് കാരണമുണ്ട്. ഞാൻ പറയാൻ എന്താ കാരണം വെച്ചാൽ അച്ഛന് സൈക്കിൾ മാത്രമേ ഉള്ളൂ. സ്കൂളിലേക്ക് ഞാൻ പോകുമ്പോൾ പിള്ളേരൊക്കെ ബൈക്കുമ്പോഴും കാറുമ്പോഴൊക്കെ വരുമ്പോൾ എൻ്റെ അച്ഛൻ്റെ സൈക്കിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വിഷമമായി, നമ്മുടെ അച്ഛന് വണ്ടിയൊന്നും ഇല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ എങ്ങനെ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ വരുന്നത്, ആ സാഹചര്യമാണ് നമുക്ക് നമ്മളെ പ്രേരിപ്പിക്കുക കേട്ടോ. ഓക്കെ, അയ്യോ ബ്രേക്കില്ല. അപ്പൊ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ സ്പ്ലെൻഡർ സ്റ്റാർട്ടാക്കി എടുക്കണം. ഇവിടെ ചളിയൊക്കെ തുടച്ച് വെക്കണമെന്ന്. അപ്പം ശരി, അടുത്തൊരു വണ്ടിയായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണും. ഇതൊക്കെയാണ് എൻ്റെ ഒരു കൊച്ചു ലോകം.